എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ തന്നെ കുർത്തിയാണ്. നമ്മൾ അധികം ചെയ്യുന്നത് നമ്മുടെ തന്നെ പ്രൊഡക്ഷൻ കുർത്തിയാണ് കേട്ടോ. അല്ലാത്തതും ചെയ്യുന്നുണ്ട്, പക്ഷെ കൂടുതൽ നമ്മുടെ തന്നെ കുർത്തികളാണ് അധികം ചെയ്യുന്നത്. സ്ഥിരമായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും അതുപോലെ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് അറിയാം ഞാൻ അധികം ചെയ്യുന്നത് ഏത് ടൈപ്പാണെന്ന്. പക്ഷെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. നമ്മൾ അധികം ചെയ്യുന്നത് പ്യൂർ അച്ചരക്ക്, കലങ്കാരി, ഇൻഡിഗോ ബ്ലൂ, ഇങ്ങനെ ബ്ലോക്ക് പ്രിന്റ് ഫാബ്രിക്കിലാണ് കുർത്തികൾ അധികം ചെയ്യുന്നത്. പിന്നെ അല്ലാതെ മോഡലിലൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ കൂടുതൽ ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുർത്തികൾക്ക് ഒത്തിരി ആവശ്യക്കാരുണ്ട്. പ്ലസ് സൈസ് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏത് സൈസ് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ കുർത്തികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾട്ടറേഷന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ക്ലോത്ത് ഇട്ടിട്ടാണ് എപ്പോഴും ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നിന്ന് ചെയ്തെടുക്കുന്ന ഓരോ കുർത്തികളും നമ്മൾ അത്രയും എന്താ പറയണേ, കസ്റ്റമൈസ് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. ഒരു ഹോൾസെയിൽ കോൺസെപ്റ്റിൽ ചെയ്യുന്ന ഒരു ഷോപ്പേ അല്ല എൻ്റെ വളരെ ചെറിയൊരു ഷോപ്പാണ്. പക്ഷെ ക്വാളിറ്റി, ഏറ്റവും നല്ല ക്വാളിറ്റി, ഏറ്റവും നല്ല പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അല്ലാതെ ഞാൻ വലിയൊരു ബിസിനസ് മാഗ്നറ്റോ അങ്ങനെ ഉള്ള ഒരാളൊന്നും അല്ല. ഈയിടെയായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ എന്നെ വിഷമിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇത്ര ഇൻട്രോ ഒക്കെ ഒന്ന് പറഞ്ഞു വന്നത്. നമ്മൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. അത് വളരെ നല്ല ബോധ്യത്തോടെയാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു റീച്ച് എന്താണ്, ഇത് എവിടെയൊക്കെയാണ് പോകുന്നത് എന്നൊക്കെ നല്ല ബോധ്യം ഉണ്ടായിട്ട് തന്നെയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഞാനും നല്ലൊരു ഫാമിലിപ്പെട്ടൊരു മെമ്പറാണ്, നല്ലൊരു സോഷ്യൽ സ്റ്റാറ്റസിൽ തന്നെ ജീവിക്കുന്ന ഒരാളും കൂടെയാണ്. അല്ലാതെ ഇതാരും കാണില്ല എന്നൊന്നും ഓർത്തോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത ഒരാളൊന്നും അല്ല ഞാൻ. പിന്നെ ഞാൻ ആരെയും പറ്റിക്കാനോ ഒന്നും വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല. എൻ്റെ ഒരു ഫ്രീ ടൈം ഞാൻ ചെയ്യുന്നതാണ്, ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ്. അത് ഇഷ്ടപ്പെട്ട കുറേ പേര് എൻ്റെ കൂടെയുണ്ട്. അവർ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കുറച്ച് ആളുകളുമാണ്. അപ്പം ഞാനും അതിൻ്റെ ആ രീതിയിൽ അങ്ങോട്ട് പോകണം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ വരുന്ന ആകെ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉള്ളത് ഈ കുർത്തികളുടെയൊക്കെ കളറിലാണ്. മെയിൻ ആയിട്ടുള്ള പ്രശ്നം അതാണ് കേട്ടോ. പിന്നെ അടുത്ത് വരുന്ന സൈസാണ്. സൈസ് എപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത് നിങ്ങൾ പറയുന്ന സൈസ് കറക്റ്റ് അല്ലെങ്കിൽ മാത്രമാണ് ഇവിടുന്ന് ചെയ്തു തരുമ്പോൾ അതിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരാൻ ചാൻസ് ഉള്ളൂ. കാരണം ചിലവർക്ക് അവനവന് ഉപയോഗിക്കുന്ന കുർത്തികളുടെ സൈസ് എക്സാക്റ്റ് അറിയത്തില്ലായിരിക്കും. പിന്നെ ചില പ്രശ്നം വരാൻ ചാൻസ് ബ്രാൻഡഡ് കുർത്തികളുടെ സൈസൊക്കെ പറയും, അതും നമ്മുടെ കുർത്തിയായിട്ട് വ്യത്യാസം കാണാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസിലാണ് ഈ സൈസിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാറ്. പിന്നെ എന്ത് തന്നെ ആയാലും നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത യാതൊരു പ്രശ്നവും ഇല്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെ ആരെയും പറ്റിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളല്ല. അത് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞു വരുന്നത്. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ അത് ഇപ്പം നിൽക്കുന്ന ഞാൻ, അതായത് എൻ്റെ അടുത്ത് അത് പറഞ്ഞാൽ അത് എങ്ങനെ അത് പരിഹരിക്കും, അതിന് പരിഹാരം ഉണ്ടാവോ എന്നൊന്നും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് ആദ്യമേ തന്നെ പറയുന്നൊരു വാക്കാണ് ചീറ്റ് ചെയ്തു എന്ന്. എനിക്ക് അത് കേട്ടപ്പോഴാണ് വളരെ വിഷമം ഉണ്ടായത്. ഞാൻ അതാണ് വീണ്ടും പറയുന്നത്, ഞാൻ ആരെയും ചീറ്റ് ചെയ്യാൻ വന്നിക്കുന്ന ഒരാളല്ല. ഈ ഓൺലൈൻ പർച്ചേസിൽ നമുക്ക് എപ്പോഴും വരുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കളറിൽ വരുന്ന വേരിയേഷൻസ് ആണ്. ഈ ലൈറ്റിൻ്റെ വെട്ടത്തിലൊക്കെ എടുക്കുമ്പോൾ അതുപോലെ ഓരോ ഫോണിൻ്റെ ക്ലാരിറ്റിയൊക്കെ അനുസരിച്ച് കളറിൽ ചിലപ്പോൾ വേരിയേഷൻസ് വരാറുണ്ട്. പ്രത്യേകിച്ച് ചില കളറുകൾ വല്ലാണ്ട് ബ്രൈറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ അതാണ് ഒരു മെയിൻ ഇഷ്യൂ വരുന്നത് ഇതിൽ. അത് ഞാൻ മിക്കപ്പോഴും തന്നെ പറയുന്നുണ്ട് എല്ലാ വീഡിയോയിലും. ചിലതിലൊക്കെ വിട്ടുപോകും, നമ്മൾ എപ്പോഴും ചിലപ്പോൾ ഓർത്തൊന്നും വരില്ല. അപ്പോൾ അതാണ് ഒരു മെയിൻ ഇഷ്യൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കിട്ടിയതെങ്കിൽ നമ്മൾ അതിനെന്താ ഇവിടുന്ന് ചെയ്തു തരാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് മുൻപായിട്ട് ഈ ചീറ്റിംഗ് എന്നുള്ള കാര്യം നിങ്ങൾ ആ ഒരു വേർഡ് ഉപയോഗിക്കരുത്. കാരണം അത് വളരെ കേൾക്കുമ്പോൾ വളരെ വിഷമാണ്. നിങ്ങൾ എന്താ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ അടുത്തേക്ക് ഒരു 1000-ന്റെ 2000-ന്റെ കുർത്തി തന്നു, അല്ലെങ്കിൽ 1 മീറ്റർ അല്ലെങ്കിൽ 2 മീറ്റർ തുണി തന്നിട്ട് അത് വെച്ച് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത് എൻ്റെ ഒരു ഇഷ്ടം ഞാൻ ചെയ്യുന്നതാണ്. അല്ലാതെ ഞാൻ ഇതും കൊണ്ട് അങ്ങോട്ട് ഒത്തിരി റിച്ച് ആവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരാളല്ല. അത്യാവശ്യം നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ തന്നെയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ പറ്റിച്ചിട്ടൊന്നും വേണ്ട, ദൈവം സഹായിച്ച് എനിക്ക് ജീവിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും അങ്ങനെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് വേറെ നിങ്ങൾക്ക് വാങ്ങിയിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് നിങ്ങളെ കൊണ്ടത് പറയിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ വൺസ് മൾബറി ബുട്ടിക്കിലേക്ക് ഒരു പേയ്മെന്റ് ഇട്ടാൽ നിങ്ങൾക്ക് അതിനുള്ള പ്രൊഡക്റ്റ് കിട്ടിയിരിക്കും. ഇനി കുറച്ച് ഡിലേ ഒക്കെ വന്നാലും ആ പ്രൊഡക്റ്റ് കിട്ടാതെ പോകില്ല. ഡിലേ എന്ന് പറഞ്ഞാൽ 1 മാസം 2 മാസം ഒരിക്കലും വരത്തില്ല. ചിലപ്പോൾ നമ്മൾ പറഞ്ഞേക്കാളും ഒരു 2-3 ദിവസം കൂടെ കൂടുതലൊക്കെ പിടിക്കുമായിരിക്കും. അത് പല സാഹചര്യങ്ങൾ അതിനുണ്ട്. ഇവിടുന്ന് പാഴ്സൽ പോകാനുള്ളൊരു ഡിലേ, ഈ ക്ലൈമറ്റൊക്കെ മാറുന്നതനുസരിച്ച് മഴയൊക്കെ കൂടുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ പോസ്റ്റ് ഓഫീസിൽ ഒത്തിരി ബൾക്കായിട്ട് വന്ന് കിടക്കുമ്പോൾ ചിലപ്പോൾ അവർ അവിടെ നിന്ന് അയക്കാൻ ഡിലേ ആവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസിൻ്റെ പേരിൽ ചിലപ്പോൾ കുറച്ച് വൈകാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ വലിയ സിവിയർ ആയിട്ടുള്ള വൈകലോ അവിടെയും സംഭവിക്കാറില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ ഒരു കാര്യം പറയാൻ പോകുമ്പോൾ അത്
ഈ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നതിന് മുൻപ് നല്ല രീതിയിൽ പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു പരിഹാരം ഉണ്ടാവുമോ എന്ന് അറിഞ്ഞിട്ട് മാത്രം മോശം വാക്കുകളിലേക്ക് കടക്കുക. ഞാൻ അങ്ങനെ ഒരു ഇട ആർക്കും വരുത്താറില്ല. എന്നെ കൊണ്ട് പറ്റുന്നതാണ് ഞാൻ സ്പോട്ടിൽ തന്നെ ഞാനത് സെറ്റിൽ ചെയ്യുക പതിവ്. പക്ഷെ അതിനൊന്നും മുതിരാതെ നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ കുറച്ച് വിഷമമുണ്ട്. കാരണം അങ്ങനെ നമ്മൾ കേട്ട് ശീലിച്ചിട്ടില്ല, നമ്മൾക്ക് അങ്ങനെ സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് വെറുതെ ആയാലും പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ അടുത്തൊരു കാര്യം, നിങ്ങൾ ഓരോരുത്തരും പേയ്മെന്റ് ഇട്ട് കഴിഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് നിങ്ങളുടെ ഫോണിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കാതെ എനിക്ക് വാട്സപ്പിലേക്ക് അയച്ചു തന്നാൽ മാത്രമാണ് നിങ്ങൾ നടത്തിയ പേയ്മെന്റ് എനിക്ക് അത് ഷുവറാക്കി എനിക്ക് ഇതിലേക്ക് രജിസ്റ്റർ എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ പേയ്മെന്റ് നടത്തിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാതിരിക്കരുത്. കാരണം നമ്മുടെ അല്ലാത്തൊരു നോർമൽ അക്കൗണ്ടിലേക്ക് പൈസ വന്നാൽ നമ്മൾ പെട്ടെന്ന് അറിയും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഈ ഓൺലൈനിലൊക്കെ ബിസിനസ് ചെയ്യുമ്പോൾ ആ അക്കൗണ്ടിലേക്ക് പൈസകൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും അത് അറിഞ്ഞൊന്നും വരില്ല. കാരണം നമ്മൾക്ക് വേറെയും കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ പേയ്മെന്റ് വീഴുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ പോയിട്ട് അത് ചെക്ക് ചെയ്തിട്ട് അത് നമുക്ക് ഉറപ്പ് വരുത്താൻ ഒരിക്കലും പറ്റാറില്ല. അപ്പം നിങ്ങൾ പേയ്മെന്റ് നടത്തി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് അങ്ങ് അയച്ചിട്ടേക്കണം വാട്സപ്പിലേക്ക്. അപ്പം എപ്പോഴെല്ലാം എൻ്റെ കണ്ണിൽ അത് പെടും. ഞാനത് നോക്കി കഴിയുമ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും, എനിക്കിവിടെ നിങ്ങളുടെ ഓർഡർ എടുക്കാനും പറ്റും. അപ്പം അങ്ങനെയാണ് ഞാൻ ഇതേവരെ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ അടുത്ത് കുർത്തികൾ വാങ്ങിച്ചേക്കുന്ന എല്ലാവർക്കും അറിയാം. എൻ്റെ അടുത്ത് പ്രൊഡക്റ്റ് വാങ്ങിയ എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ടാവും. ഇല്ലാതിരിക്കാൻ യാതൊരു തരവുമില്ല. അങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കാതെയും കുറച്ച് പെരുമാറ്റങ്ങൾ പലരിതും ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം കൂടെ കുറച്ച് 2-3 ഇൻസിഡന്റ് ആയതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ നിങ്ങളെ ആരും പറ്റിക്കാൻ നിൽക്കുന്ന ഒരു പറ്റിപ്പുകാരിയൊന്നും അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നല്ലൊരു ഫാമിലിയിൽപ്പെട്ട ഒരു മെമ്പറാണ്. എനിക്ക് മക്കളും ഹസ്ബൻഡും ഒക്കെ ആയിട്ട് സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് നിങ്ങളെ പറ്റിച്ചിട്ടോ ഒന്നും വേണ്ട. ഞാൻ എൻ്റെ ഒരു ഇഷ്ടം ബിസിനസ് ചെയ്യുന്നതാണ്. അത് ഇഷ്ടപ്പെടുന്ന കുറേ പേര് എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാനത് വീണ്ടും വീണ്ടും ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു കാര്യമല്ല. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവിലേക്ക് കൂടിയായിട്ട് ഇത്രയും പറഞ്ഞത്. നിങ്ങളിതൊന്നും ഒരു അഹങ്കാരമായിട്ട് കാണരുത്. എൻ്റെ വിഷമം ഞാൻ പറഞ്ഞതാണ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ഷോപ്പിലെ തന്നെ സ്വന്തം പ്രൊഡക്ഷൻ കുർത്തിയാണ്. നമ്മളിപ്പോൾ പല ഒക്കേഷനിലാണല്ലോ നമ്മൾ ഓരോ ഡ്രസ്സും ഏതൊക്കെ ടൈപ്പ് ഡ്രസ്സുകളോ നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഡെയിലി വെയറിന് പറ്റിയ കുറച്ച് കോട്ടൺ കുർത്തീസാണ്. അപ്പം നമുക്ക് സമയം കളയാതെ അതെല്ലാം ഓരോന്നായിട്ട് കാണാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ കുർത്തി വരുന്നത്. ഇതിന്റെ കളർ എന്ന് പറയുമ്പോൾ നല്ലൊരു മജന്ത റാണി പിങ്ക് ആ ഒരു കളറിലൊക്കെ വരുന്നൊരു കളറാണ് കേട്ടോ, ബേസ് കളർ. അതിലൊരു ഗ്രീനിന്റെ ഒരു പ്രിന്റാണ് ഇതിൽ വന്നേക്കുന്നത്. അതിലിതാ ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഈ ഒരു ഗ്രീൻ ഫാബ്രിക് വെച്ചിട്ട് ഇത് നല്ലൊരു ഫാബ്രിക് ആണ് കേട്ടോ. ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിന്റെ യോക്കിൽ വന്നേക്കുന്ന ഒരു ഖാദി കോട്ടൺ ഫാബ്രിക് ആണ്. സ്ലീവ്സിലേക്ക് നമ്മൾ ആ ഒരു ബോർഡർ തന്നെ കൊണ്ടുവന്നേക്കുന്നത്. സ്ലിറ്റുള്ള കുർത്തിയാണ്. ഒരു 47 ഇഞ്ച് ലെങ്ത്തിൽ അകത്ത് ഓൾട്രേഷൻ സ്പേസും കൂടെ ഇട്ട് ചെയ്തിട്ടുള്ള കുർത്തിയാണിത്. ഇത് എല്ലാ സൈസും അവൈലബിൾ ആണ്. സ്മോൾ മുതൽ ഇനി പ്ലസ് സൈസ് എത്ര വേണോ നിങ്ങൾക്ക് അത്ര വലിയ സൈസ് നമുക്ക് ചെയ്തെടുക്കാം. ഫാബ്രിക് ഉണ്ട്. ഇതിന്റെ പ്രൈസ് അപ് ടു XXL വരെ 750. വീഡിയോയിൽ ഇത് റെഡ് ആയിട്ടാണ് തോന്നുന്നു. പക്ഷെ റെഡ് അല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു റാണി പിങ്കിന്റെ അതുപോലെ മജന്തയുടെ ഒക്കെ ആ ഒരു കളറാണ് ഇതിന് വന്നേക്കുന്നത്. വീഡിയോയിൽ കളർ വേരിയേഷൻസ് കാണാം. എനിക്ക് ഇങ്ങനെ നോക്കിയിട്ട് റെഡ് പോലെ തോന്നുന്നു, പക്ഷെ ഇതൊരിക്കലും റെഡ് കളർ അല്ല കേട്ടോ. ഇതാണ് അടുത്ത കുർത്തി. ഇത് പ്യുർ കോട്ടണിൽ വന്നിട്ടുള്ളതാണ്. കലങ്കാരി പ്രിന്റിൽ വന്നിട്ടുള്ളതാണ്. ഇതാ ഇങ്ങനെ വരും. ഒരു ഷർട്ട് കോളർ പാറ്റേണിൽ വന്നേക്കുന്നു. ഇതിന്റെ ബാക്കിലേക്ക് ഇങ്ങനെ ഒരു ഷർട്ടിന്റെ കോളറും ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു വി പാറ്റേണും ആണ് വന്നേക്കുന്നത്. സ്ലിറ്റഡ് കുർത്തിയാണ്. ഇതിന്റെ അകത്തും ഓൾട്രേഷൻ സ്പേസ് ഇട്ട് ചെയ്തിട്ടുള്ള കുർത്തിയാണ്. ഇതിന്റെയും എല്ലാ സൈസും അവൈലബിൾ ആണ്. ഇതാണ് അടുത്ത കുർത്തി. ഇതും കോട്ടൺ തന്നെയാണ്. കലങ്കാരി പ്രിന്റിൽ വന്നിട്ടുള്ളതാണ്. ഇതൊരു സ്ലീവ്ലെസ് ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്ന കുർത്തിയാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. സ്ലിറ്റഡ് പാറ്റേൺ ആണ്. ഇനിയിപ്പോൾ എലൈൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എലൈൻ ആയിട്ട് ചെയ്തെടുക്കാം. ഫാബ്രിക് ഉണ്ട്. ഇതാണ് അതിൽ ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കോളറാണ് കേട്ടോ. അത് അഫ്ഗാൻ കോളർ എന്ന് പറയും. ഒരു ലേസിന്റെ ഡീറ്റെയിലിംഗ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. സ്ലീവ്സിലേക്ക് അതുപോലെ യോക്കിലേക്കും. സ്ലിറ്റുള്ള കുർത്തിയാണ്. ഇതാണ് അടുത്ത കുർത്തി. ഇതിന്റെ ബേസ് കളർ നല്ലൊരു ബ്ലാക്ക് ആണ്. അതിലിതാ മെറൂണിന്റെ ചിക്കു കളറിന്റെയും കോമ്പിനേഷൻ പ്രിന്റ് ആണ് വന്നേക്കുന്നത്. ഒരു വീനെക്ക് പാറ്റേണിൽ ചെയ്തേക്കുന്ന കുർത്തിയാണിത്. സ്ലിറ്റുള്ള കുർത്തിയാണ്. ഇതാണ് അടുത്ത കുർത്തി. ഇതും അഫ്ഗാൻ കോളർ പാറ്റേണിൽ തന്നെ ചെയ്തിട്ടുള്ള കുർത്തിയാണ്. ഇതാണ് ഇതിന്റെ പ്രിന്റ് വന്നേക്കുന്നത്.
ഇതിന്റെ ലെങ്ത്തും ഒരു 47 ഇഞ്ചോളം ഉണ്ട്. അതുപോലെ ഓൾട്ടറേഷൻ സ്പേസും ഇട്ട് ചെയ്തിട്ടുള്ള കുർത്തിയാണിത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് കുർത്തി വന്നേക്കുന്നത്. ഇതൊരു റീസ്റ്റോക്ക് കുർത്തി എന്ന് പറയാൻ കേട്ടോ. പക്ഷെ എക്സാക്റ്റ് സെയിം കളർ അല്ല. ഇതിന് മുൻപ് 2 കളർ നമ്മൾ ഈ സെയിം പ്രിന്റിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് ഇപ്പോഴും അതിന് കിട്ടാതെ വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. ഇപ്രാവശ്യം കിട്ടിയേക്കുന്നത് ഈ ഒരു കളറാണ് കേട്ടോ. ഗ്രീൻ തന്നെയായിരുന്നു മറ്റേത് രണ്ടും. പക്ഷെ ആ ഗ്രീനിന്റെ കളറിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇതാ ഇപ്പൊ കിട്ടിയേക്കുന്ന ഫാബ്രിക് ഇതാ ഈ കളറാണ്. പാറ്റേൺ സെയിം തന്നെയാണ്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തതും ഈ ഒരു സെയിം പാറ്റേൺ തന്നെയായിരുന്നു. ഒത്തിരി പേരോട് സോൾഡ് ഔട്ട് പറഞ്ഞു പോയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട്, ബൾക്കായിട്ടുണ്ട്. പെട്ടെന്ന് ഓർഡർ തരുവാണെങ്കിൽ ഇപ്പം നിങ്ങൾക്കിത് കിട്ടും. നല്ലൊരു ലേസ് ഡീറ്റെയിലിംഗ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. വീനെക്കാണ്, ബാക്കിലേക്ക് ഇങ്ങനൊരു കോളർ പോലെ ലേസ് വന്നിട്ടുണ്ട്. അതുപോലെ 3/4 സ്ലീവ് ആണ്. സ്ലീവ്സിൻ്റെ എൻഡിലേക്ക് എന്താ ആ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിൻ്റെയും എല്ലാ സൈസും സ്മോൾ മുതൽ എല്ലാ സൈസും അവൈലബിൾ ആണ്. പ്രൈസ് 750. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് വാട്സപ്പ് ചെയ്ത് തരിക. ഞാൻ വീണ്ടും പറയുന്നു, വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ കളറിൽ വേരിയേഷൻസ് ഉണ്ടാവും. അത് പ്രതീക്ഷിച്ചിട്ട് തന്നെ വേണം ഓർഡർ തരാനായിട്ട്. അടുത്ത കളക്ഷൻസായിട്ട് വീണ്ടും കാണാം. ബൈ.